വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. കുഞ്ഞിനെയും എടുത്ത് കാറിൽ നിന്നും ഇറങ്ങുന്ന പാച്ചുവിനെ കണ്ടു. അതിശയം തോന്നി. ഇപ്പൊ പഴയ പൊടിമീശക്കാരനല്ല, കട്ടത്താടിയും മീശയും മൊത്തം പൊക്കവും വണ്ണമുള്ള യുവാവ് തന്നെയായി മാറിയിട്ടുണ്ട്. ഏട്ടന് ധാര സ്വപ്നം കൊണ്ടുകൊണ്ട് നിൽക്കുക ആച്ചുവേട്ടനെയാണോ? തൻ്റെ മുന്നിൽ വന്ന് തൻ്റെ തലക്കൊരു മേട്ടെന്നു ചിരിയോടവൻ ചോദിക്കുന്നത് കേട്ട് അവനെ ചൂണ്ടു കൂർപ്പിച്ച് നോക്കി. അപ്പോഴേക്കും കുഞ്ഞൻ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കയ്യിലേക്ക് ചാടിയിരുന്നു. പാച്ചുവിൻ്റെ അമ്മ മാത്രം തന്നോടും കുഞ്ഞിനോടും അധികം മിണ്ടാൻ വന്നില്ല. എങ്കിലും അത് കാര്യമാക്കാതെ അങ്ങോട്ട് പോയി സംസാരിച്ചുവെങ്കിലും വലിയ താല്പര്യമില്ലാതെ ചോദിക്കുന്നതിനൊക്കെ മറുപടി തന്നു. വൈകിട്ടായപ്പോഴേക്കും തറവാട്ടിലുള്ളവർ എത്തിയിരുന്നു. പൂപ്പി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ആരെയും വരാൻ അനുവദിക്കാതെ കുരക്കാനും മുരളാനൊക്കെ തുടങ്ങിയതും പൂപ്പിയെ പുറത്ത് കൂട്ടിലാക്കിയിരുന്നു. അമ്മേ, ഇത് കിനിക്കാഞ്ഞോ? അജിവേട്ടൻ കൊണ്ടുവന്നത് മുഴുവൻ കുഞ്ഞിന് കാണിച്ചു കൊടുക്കുകയാണ്. അധികവും ഡ്രസ്സും ടോയ്സുമാണ്. ചോക്ലേറ്റ് എല്ലാം കുഞ്ഞിന് കാണാൻ കുറച്ച് മാറ്റി വെച്ചു. ഇല്ലെങ്കിൽ എല്ലാം ഒപ്പം കിട്ടേണ്ടി വരും. എല്ലാം കൂടെ കണ്ട സന്തോഷത്തിലാണ് കുഞ്ഞിന്. അതെല്ലോ, എൻ്റെ അമ്പൂടിന് അജിപ്പ കൊണ്ടുവന്നതാണ് ഇതെല്ലാം. കുഞ്ഞൻ്റെ കവളിൽ പിടിച്ച് വലിച്ച് ചിരിയോടെ പറഞ്ഞതും കുഞ്ഞൻ തൻ്റെ കവളിൽ അമർത്തി ചുംബിച്ച് ടോയ്സിൽ നിന്നും അത്യാവശ്യം വലിയൊരു JCB ടോയും എടുത്ത് ഹാളിൽ നിന്ന് കളിക്കാൻ തുടങ്ങിയതും ബാക്കിയുള്ള ഡ്രസ്സും ടോയ്സും എല്ലാം എടുത്ത് പുറത്തേക്ക് പോയി. കുഞ്ഞൻ ഹാളിൽ ഒറ്റയ്ക്കിരുന്ന് കളിക്കുമ്പോഴാണ് സേതുലക്ഷ്മി ആ വഴി വന്നത്. അച്ഛമ്മേ, ഇത് കണ്ടോ? അതിപ്പോ വാങ്ങിട്ട് തന്നെതാ. കുഞ്ഞൻ സന്തോഷത്തിൽ തൻ്റെ കയ്യിലുള്ള JCB കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും സേതു ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ദാ ചേക്ക, ഞാൻ നിന്റെ അച്ഛമ്മയൊന്നും അല്ല. പാച്ചു പറഞ്ഞല്ലോ. അവൻ അങ്ങനെയൊക്കെ പറയും. ഇവിടെയുള്ള ആരും നിന്റെ ആരുമല്ല. ആന് അല്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛനും വൈകി നിന്റെ അച്ഛനും അമ്മയും അല്ല. കുഞ്ഞൻ്റെ മുഖത്തേക്ക് നോക്കി വൃദ്ധാഷ്ടത്തോടെ പറഞ്ഞതും ദക്ഷും കാശിയും തൻ്റെ അച്ഛനും അമ്മയും അല്ലെന്ന് പറഞ്ഞത് കേട്ട് കുഞ്ഞനവരെ കൂർപ്പിച്ച് നോക്കി. അയ്യ, അച്ഛമ്മ കയ്യം പയ്യ. കുഞ്ഞൻ ദേശത്തിൽ സെറ്റിയിൽ കിടന്ന റിമോട്ട് എടുത്ത് തറയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? നീ വേണേ ഇവിടെയുള്ളവർ ചോദിച്ചു നോക്ക്. നീ അച്ഛ അമ്മയെന്ന് വിളിച്ച് നടക്കുന്ന അച്ഛവും വൈകിയും നിന്റെ ആരുമല്ല. അതുപോലെ ഹരിയാട്ടിൽ ലക്ഷ്മി ചേച്ചി ഒന്നും നിന്റെ ആരുമല്ല. നിനക്കാരുമില്ല. കുഞ്ഞന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് ആദ്യമൊന്ന് പതറിപ്പോയെങ്കിലും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോയതും ഇവിടെയുള്ള ആരും തൻ്റേതല്ലെന്ന് കേട്ടതും കുഞ്ഞന്റെ വെള്ളാരം കണ്ണുകൾ സങ്കടത്താൽ നിറഞ്ഞു. എല്ലാം റൂമിൽ അടുക്കി പിറക്കി വെക്കുമ്പോഴാണ് നന്ദു കയറി വന്നത്. എടതി, കുഞ്ഞനെന്തേ? താഴെയുണ്ട് നന്ദു. താഴെ ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. നന്ദു പറഞ്ഞത് കേട്ട് ആദിയോടെ വേഗം താഴേക്ക് ഓടി. ദക്ഷും അജുവേട്ടനും പാച്ചുവൊന്നും ഇവിടെ ഇല്ല. അവർ പുറത്തു പോയതാണ്. അച്ഛനും ശേഖരനും ചെറിയച്ഛനും ആരെയും കാണാൻ പോയതാണ്. അവിടെ കൂടെ പോകാൻ കുഞ്ഞൻ ബഹളം വെച്ചിരുന്നുവെങ്കിലും ഒരുവിധം അടക്കി നിർത്തിയിരുന്നു. കിച്ചണിൽ അമ്മയുടെയും അപ്പച്ചിയുടെയും അടുത്തൊന്നും കുഞ്ഞാനെ കാണാതെ വന്നതും മുത്തശ്ശനും മുത്തശ്ശിയും കിടക്കുന്ന റൂമിൽ പോയി നോക്കി. അവിടെയും കുഞ്ഞിനില്ലായിരുന്നു. നന്ദു വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു പോയതും ഉമ്മറത്തേക്ക് നടന്നു. സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചെങ്കിലും ആളും കുഞ്ഞിനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതും ഉള്ളിൽ പേടി നിറഞ്ഞു. പൂപ്പിയുടെ നിർത്താതെയുള്ള കുര കേട്ട് എന്തോ ഓർത്തതുപോലെ വീടിൻ്റെ സൈഡിലുള്ള പൂപ്പിയുടെ കൂടിൻ്റെ അടുത്തേക്ക് നടന്നു. വിചാരിച്ച പോലെ കുഞ്ഞൻ അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി പൂപ്പിയോട് പറഞ്ഞ് മുഖം തുടക്കുന്നുണ്ട്. അതിനനുസരിച്ച് പൂപ്പി കൂട്ടിൽ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. കുഞ്ഞിനെ കണ്ടപ്പോഴാണ് മനസ്സൊന്ന് തണുത്തത്. അമ്പൂട്ടാ! വേഗം പോയി കുഞ്ഞിനെടുക്കാൻ നോക്കിയതും ആള് കുതിറിക്കൊണ്ട് തൻ്റെ കൈകൾ തട്ടിമാറ്റി തിരിഞ്ഞു നിന്നതും കുഞ്ഞിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അതിശയിച്ചു പോയി. എന്തിനാ കുഞ്ഞൊക്കെ അറിയുന്നത്? എവിടെയെങ്കിലും വീണോ? എന്തെങ്കിലും പറ്റിയോ കുഞ്ഞാ? കുഞ്ഞിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് വെപ്രാളത്തോടെ കുഞ്ഞിൻ്റെ കൈയും കാലും എല്ലാം പിടിച്ചു നോക്കിയെങ്കിലും എവിടെയും മുറിവൊന്നും പറ്റിയിട്ടില്ല. എന്തിനാ അമ്മയുടെ മുത്ത് കരയുന്നത്? കുഞ്ഞിനെ വാരിയെടുത്ത് കവളിലുള്ള കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. നിന്റെ അച്ഛാമ്മയും മരിച്ചു പോയമ്മേ, നിനായുമില്ലേ? കണ്ണു നിറച്ച ചുണ്ടുകൾ വിരുമ്പിക്കൊണ്ട് പെട്ടെന്ന് കുഞ്ഞൻ ചോദിച്ചതും കുഞ്ഞിൻ്റെ ചോദ്യം കേട്ട് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ തറഞ്ഞു നിന്നു. ആനോ അമ്മേ, നിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയോ? ആരാ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വീണ്ടും കുഞ്ഞൻ്റെ ചോദ്യം കേട്ടതും ഒരുവിധം ചോദിച്ചു. ചേരച്ചമ്മ പറഞ്ഞല്ലോ, കുഞ്ഞായുമില്ല, നിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിന്ന്. അത് സേതച്ചമ്മ കുഞ്ഞിനെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ? കുഞ്ഞൻ പറഞ്ഞത് കേട്ട് അവരോട് ഉള്ളിൽ തോന്നി അമർഷം പുറത്ത് കാണിക്കാതെ കുഞ്ഞനോടായി പറഞ്ഞു. അയ്യ, ചത്യഞ്ഞു പറഞ്ഞു. അത് കുഞ്ഞിൻ്റെ പപ്പയുടെയും അമ്മയുടെയും കാര്യമാണ് സേതച്ചമ്മ പറഞ്ഞത്. അവരല്ലേ മരിച്ചു പോയത്? കുഞ്ഞിന് തെച്ചുവിനെയും ശാലുവിനെയും പപ്പയും അമ്മയുമായെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. ആനോ? ആടാ കുഞ്ഞിൻ്റെ അമ്മ ഞാനല്ലേ?
ഞാൻ മരിച്ചു പോയാ ഞാനിപ്പോൾ എങ്ങനെ എൻ്റെ കുറുമ്പൻ്റെ അടുത്ത് നിൽക്കുവോ? സേതച്ചമ്മ മാറി പറഞ്ഞതാണ്. എൻ്റെ കുഞ്ഞത് കേട്ട് വിഷമിക്കണ്ട കേട്ടോ. കുഞ്ഞിൻ്റെ അച്ഛയും അമ്മയും കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് അവരെ ഒറ്റ അടിക്കാട്ടോ. കുഞ്ഞൻ്റെ കവളിൽ കണ്ണീർ തുടച്ചു കൊടുത്ത് ആ ഉണ്ട കവളിൽ ചുണ്ട് ചേർത്ത് കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞിനെ കാണാതെ തിരിഞ്ഞു നടക്കുന്നത് അറിഞ്ഞ് അമ്മയും നന്ദുവും അങ്ങോട്ട് വന്നിരുന്നു. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇവൾ വന്ന് കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞു പേടിച്ചു പോയി. താൻ കുഞ്ഞിനെ അടുത്ത് നിൽക്കുന്നത് കണ്ടുവന്ന് അമ്മ ആശ്വാസത്തോടെ പറഞ്ഞതും അമ്മയുടെ ശബ്ദം കേട്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നേരെ തിരിഞ്ഞു. ഞാൻ വന്നു നോക്കുമ്പോൾ ഇവിടെ നിൽക്കായിരുന്നു. ആ, എന്തിനാ കുഞ്ഞൻ കരഞ്ഞത്? കുഞ്ഞിന്റെ കരഞ്ഞു ചുവന്ന മുഖം കണ്ട അമ്മ സംശയത്തിൽ ചോദിച്ചതും സേതു ചെറിയമ്മ കുഞ്ഞിനോട് പറഞ്ഞതെല്ലാം അമ്മയോട് പറഞ്ഞു. അവൾ അങ്ങനെ ഒരു സാധനാണ്. സേതുവിന് പണ്ടേ രചിന് ഇഷ്ടമല്ലായിരുന്നു. അവനെ ഹരിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതൊന്നും അവൾക്ക് പറ്റിയിരുന്നില്ല. ആ ദേഷ്യം പലപ്പോഴും ഞങ്ങൾ കാണാതെ അവനെ കുത്തി നോവിച്ച് തീർക്കും. എന്നാലും അവനൊന്നും പറയില്ലായിരുന്നു. അവനോടുള്ള ദേഷ്യം അവൾ ഇത്തിരി പോകുന്ന കുഞ്ഞിനോട് തീർക്കുമെന്ന് കരുതിയില്ല. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. താൻ പറഞ്ഞത് കേട്ട് അമ്മ ദേഷ്യത്തോടെ പറഞ്ഞ് അവരോട് ചോദിക്കാനായി ഉള്ളിലേക്ക് നടന്നതും അമ്മയെ പിടിച്ചു നിർത്തി. വേണ്ട അമ്മേ, അമ്മ ചോദിക്കാനൊന്നും പോയി പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. താൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അമ്മയുടെയും നന്ദുവിൻ്റെയും മുഖത്ത് ഇപ്പോഴും അവരോട് ദേഷ്യം തന്നെയാണെന്ന് തെളിഞ്ഞു നിൽക്കുന്നത്. സേതു കുഞ്ഞൻ നന്ദുവിൻ്റെ കൂടെ കളിക്കുന്നത് കണ്ടാണ് കിച്ചണിലേക്ക് വന്നത്. ആളിലെന്തോ വീണിടിയുന്ന ശബ്ദവും അച്ഛൻ ഉറക്കെ സേതു ചെറിയമ്മയെ വിളിക്കുന്നതും കേട്ട് ചെയ്തിരുന്ന ജോലി നിർത്തി താനും അമ്മയും അപ്പച്ചിയും ഹാളിലേക്ക് വന്നപ്പോൾ കാണുന്നത് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന അച്ഛനെയാണ്. ആദ്യമായാണ് അച്ഛനെ ഇത്രയും ദേഷ്യത്തിൽ കാണുന്നത്. അച്ഛൻ്റെ തോളിൽ തലതാഴ്ച കുഞ്ഞനുണ്ട്. കുഞ്ഞൻ അച്ഛനോടെല്ലാം പറഞ്ഞു എന്ന് ആളുടെ കൂർപ്പിച്ച് വെച്ച ചുണ്ടിൽ നിന്ന് വ്യക്തമായി. അച്ഛൻ്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് റൂമിലായിരുന്ന സേതു ചെറിയമ്മ ഹാളിലേക്ക് വന്നു. എന്താ ഹരിയേട്ടാ, എന്തിനാ വിളിച്ചത്? ഒന്നും അറിയാത്തതുപോലെ അവരച്ഛനോട് ചോദിച്ചു. നീ ഇന്ന് എന്തൊക്കെയാ കുഞ്ഞിനോട് പറഞ്ഞത്? ഞാനുള്ള കാര്യല്ലേ പറഞ്ഞത്. ഇവന്റെ തള്ളയും തന്തയും. ചെറിയമ്മ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് അച്ഛൻ്റെ കൈ അവരുടെ കവിളിൽ പതിഞ്ഞിരുന്നു. എല്ലാവരും ഞെട്ടിയെങ്കിലും ശേഖരൻ ചെറിയച്ഛൻ്റെ മുഖത്ത് അത് നന്നായി എന്ന ഭാവമായിരുന്നു. ഇനി മേലിൽ ഇങ്ങനെ വലുതും നിന്റെ നാവിന്ന് വന്നാ ഇവന്റെ അച്ഛനും അമ്മയും എല്ലാം ഇവന്റെ കൂടെയുണ്ട്. അത് നീയായിട്ട് തിരുത്തണ്ട. ഇനി നീ കുഞ്ഞു മനസ്സ് വേദനിപ്പിച്ചെന്ന് അറിഞ്ഞാ കൊന്നു തള്ളാനും മടിക്കില്ല ഞാൻ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു നിന്ന നിനക്ക് നല്ലത്. അടി കിട്ടിയ കവളും പൊത്തിപ്പിടിച്ച് നിറകണ്ണുകളോടെ നിൽക്കുന്ന അവർക്ക് നേരെ വിരൽ ചൂണ്ടി താക്കീതോടെ പറഞ്ഞു. അച്ഛൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയതും എല്ലാവരും അവരുടെ പണിക്ക് പോയിരുന്നു. കുറച്ചു കഴിഞ്ഞാണ് ദക്ഷും അജിവേട്ടനും പാച്ചവും വന്നത്. ആരും ഇന്ന് നടന്നൊന്നും അവനോട് പറഞ്ഞില്ല. ദക്ഷിന് താനും കുഞ്ഞിനും പ്രിയപ്പെട്ടതാണെങ്കിലും തന്നേക്കാൾ ഒരു പിടി കൂടുതൽ ആ മനസ്സിൽ കുഞ്ഞനാണ് സ്ഥാനം. അതിൽ എനിക്ക് സന്തോഷം തന്നെയുള്ളൂ. കുഞ്ഞന്റെ മനസ്സ് വേദനിച്ചു എന്നറിഞ്ഞാൽ ചിലപ്പോൾ ചെറിയമീയാണെന്നോ വയസ്സിന് മൂത്തതാണെന്നോ നോക്കാതെയാകും അവൻ്റെ പ്രതികരണം. അത് പേടിച്ചുകൊണ്ട് തന്നെ ആരും ഒന്നും അവനോട് പറയാൻ പോയില്ല. കുഞ്ഞിനോട് പിന്നെ പ്രത്യേകം പറഞ്ഞിരുന്നു. കുഞ്ഞൻ നന്ദുവിൻ്റെയും പാച്ചുവിൻ്റെയും കൂടെ ഹാളിലിരിക്കുമ്പോഴാണ് റൂമിലേക്ക് കയറി പോകുന്ന സേതുവിനെ കണ്ടത്. പാച്ചുവിനെയും നന്ദുവിനെയും നോക്കി ഇരുവരുടെയും ശ്രദ്ധ ടി വിയിലുള്ള കാർട്ടൂണിലാണെന്ന് കണ്ടതും കുഞ്ഞാപ്പി വേഗം മുകളിലേക്ക് ഓടി. എന്താ കുഞ്ഞ ഈ കാണിക്കുന്നത്? കുഞ്ഞൻ ടോയ്സ് എല്ലാം ഇട്ടുവെച്ച് വലിയ ബാസ്ക്കറ്റ് നിലത്തേക്ക് മറിച്ചിട്ട് അതിലെ ടോയ്സ് എല്ലാം വലിച്ചു വാരിയിരുന്ന കുഞ്ഞനെ കണ്ട് ബെഡ് കുഴഞ്ഞു വിരിക്കുന്നതിനിടയിൽ കാശ് ചോദിച്ചതും കുഞ്ഞനൊന്നും മിണ്ടാതെ തിരഞ്ഞത് കിട്ടിയതുപോലെ അതും എടുത്ത് താഴേക്ക് ഓടി. കുഞ്ഞാ പതിയപ്പോ തട്ടി വീഴൂട്ടോ. കുഞ്ഞിന്റെ തെന്നിയും തെറിച്ചുള്ള ഓട്ടം കണ്ട് കാശ് പിടിച്ചു പറഞ്ഞു. ഈ ഒരു കുറുമ്പൻ, 5 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാനിത് കടുക്കി പെറുക്കി വെച്ചിട്ട്. കുഞ്ഞൻ വലിച്ചു വാരിയിട്ടത് കണ്ട് കാശി ഊരക്ക് കൈ കൊടുത്തുകൊണ്ട് സ്വയം പറഞ്ഞ് വലിച്ചു വാരിയിട്ട ടോയ്സ് എല്ലാം വീണ്ടും അടുക്കി പെറുക്കി വെക്കാൻ തുടങ്ങി. താഴെ എത്തിയ കുഞ്ഞൻ ആരും കാണാതെ നേരെ പോയത് സേതുവിന്റെ റൂമിലേക്കായിരുന്നു. സേതു ബാത്റൂമിലാണെന്ന് കണ്ടതും കുഞ്ഞൻ ബെഡിൽ വെച്ചിട്ട് പോയ ടവലിൽ കുഞ്ഞിക്കൈയിലുള്ള ടോയ് പാമ്പിനെ വെച്ചു. ടേബിളിലായിരുന്ന ജഗ്ഗി ഏന്തി വലിഞ്ഞെടുത്ത് അതിലെ വെള്ളം ഫ്ലോറിൽ വെച്ച് വേഗം പുറത്തേക്ക് ഓടി. ഇതേ സമയം ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന സേതു മുഖത്തെ വെള്ളം തുടക്കാൻ വേണ്ടി ബെഡിലുള്ള ടവലെടുക്കാൻ നിന്നതും അതിലുള്ള ടോയ് പാമ്പിനെ കണ്ട് ഞെട്ടി ഒച്ച വെച്ച് പിന്നോട്ടാഞ്ഞതും നിലത്തുള്ള വെള്ളം ചവിട്ടി തെന്നി നടുവും പിടിച്ച് വീണതും അവർ വേദന കൊണ്ട് ഉറക്കിയായി. അയ്യോ സേതു, എന്താ പറ്റിയേ? സേതുവിന്റെ അലർച്ച കേട്ട് അങ്ങോട്ട് ഓടി വന്ന ലക്ഷ്മി ചോദിച്ചു. അവളുടെ കൂടെ തന്നെ കാശിയും നന്ദന്റെ അവൻ ഹേമയും വന്നിരുന്നു. ബെഡിലുള്ള ടോയ് പാമ്പ് കണ്ടതും കാശിയുടെ നെറ്റിച്ചുടിഞ്ഞു. പിന്നെ ആരെങ്കിലും കാണുന്നതിന് മുമ്പായി കാശി ആ ടോയ് പാമ്പെടുത്ത് ചൂണ്ടിപ്പിടിച്ച് ടോപ്പിന്റെ പോക്കറ്റിലേക്ക്. ആ സമയം കൊണ്ട് ലക്ഷ്മിയും ഹേമയും കൂടി സേതുവിനെ താങ്ങി പിടിച്ച് എണീപ്പിച്ചു. ആ ചേച്ചി, എന്നെ നടും. ഊരക്ക് കൈ കൊടുത്ത് ബെഡിൽ നിന്ന് വേദനയോടെ അവർ കരഞ്ഞു.
എന്താ സേതു, ശ്രദ്ധിക്കണ്ടേ? ഞാൻ പെട്ടെന്ന് ബെഡിൽ പാമ്പിനെ കണ്ടപ്പോ. പാമ്പോ? നിനക്ക് ഭ്രാന്തായോ? ഇവിടെ ഒന്നുമില്ല. ലക്ഷ്മി ബെഡിനടിയിലും മറ്റുമായി ചുറ്റുന്നു. ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി അവരോടായി പറഞ്ഞതും വേദന കൊണ്ട് അവർ തിരിച്ചൊന്നും പറയാതിരുന്നു. പേടിക്കാനൊന്നുമില്ല ചെറിയമ്മേ, ഇടിച്ച വേദനയാണ്, അത് മാറിക്കോളും. കാശ് അവരുടെ ഇടിച്ച ഭാഗത്ത് ഞെക്കി നോക്കി. ഒന്നും പറ്റിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി ഡ്രോയിൽ നിന്നും ഒരു 3 ഓയിൽമെന്റ് എടുത്ത് അവിടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ അവൾ വാതിൽക്കലിൽ നിന്നും കുത്തി നോക്കുന്ന കുഞ്ഞിനെ പൊക്കിയെടുത്ത് എഴുതി വെച്ച് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും കുഞ്ഞിനെ ബെഡിൽ നിർത്തി കൂർപ്പിച്ച് നോക്കി. എന്നിട്ട് പോക്കറ്റിലുള്ള ടോയ് പാമ്പ് കയ്യിലെടുത്തു. ഇതെങ്ങനെയാ കുഞ്ഞാ സേതു ചെറിയമ്മയുടെ റൂമിൽ വന്നത്? കാശിയുടെ ചോദ്യം കേട്ട് കുഞ്ഞിനെ അവൾ ഇടങ്ങാണ്ടിട്ട് നോക്കി. അയിലമ്മേ. കാശിയുടെ മുഖത്തേക്ക് നോക്കാതെ കുഞ്ഞൻ പറഞ്ഞു. കുഞ്ഞാ, ഞാനാ നമ്മെ ചെയ്തത്. കാശിയുടെ വിളി കേട്ടതും കുഞ്ഞിന് അവളുടെ വയലിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തിന്? ചേതച്ചമ്മ എന്നോട് അന്നനൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വേച്ചമ്മായി. അച്ഛ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഉപചരിച്ചാൽ എന്നെ അന്നെ ഇരിച്ചു പോക്കാൻ. ചേതച്ചമ്മ വലിയ ആളല്ലേ, അതാ ഇരി കൊക്കാഞ്ഞത്. ആഹാ, നീ ആള് കൊള്ളാലോടാ. നിന്റെ അച്ഛനെ പോലെ നീയും മറ്റുള്ളവരുടെ മേലെ കുതിര കയറാൻ തുടങ്ങിയാലേ നല്ലത് കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. തന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞത് നിഷ്കള മുഖം കണ്ട് ചിരി വന്നുവെങ്കിലും ഇതൊരു ഗൗരവത്തിൽ അതും പറഞ്ഞ ആളുടെ മൂക്കിൽ മുമ്പ് ചെറുതായി നോവാത്ത വിധം കടിച്ചു. ഇനി ഞാനൊന്നും ചെയ്യൂലമ്മേ. ആ, അതെനിക്ക് അറിയില്ലടാ കുറുമ്പ. കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ചിരിയോട് ആ കുഞ്ഞ് കവളിൽ ചുംബിച്ച് കുഞ്ഞാപ്പിയും എടുത്ത് തിരിഞ്ഞപ്പോ വാതിലിൽ ചാരി തങ്ങളെ തന്നെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്ന ദക്ഷിണെ കണ്ടു. എന്താ ഇവിടെ? ഒന്നുമില്ല. കള്ളം പറയണ്ട, ഞാനെല്ലാം കേട്ടതാ, അതുകൊണ്ട് തെളിയിച്ച് പറ. അതൊന്നുമില്ല. ചെറിയമ്മ കുഞ്ഞനെ വന്നൊന്ന് ചൊറിഞ്ഞു, അതിന് അവനവനൊട്ടൊന്ന് മാന്തി, അത്രേ ഉള്ളൂ. താൻ പറഞ്ഞത് കേട്ട് ദക്ഷ തന്നെ സംശയത്തിൽ നോക്കിയതും എല്ലാ കാര്യവും അവനോട് തുറന്നു പറഞ്ഞതും അവന്റെ മുറുകിയ മുഖം കണ്ട് ചെറുതായി പേടി തോന്നി. ദക്ഷ്, ഇനി നീയായിട്ടൊരു പ്രശ്നത്തിന് പോകണ്ട. നമ്മൾ ക്ഷണിച്ചിട്ട് വന്നവരാണ് അവര്. അതുകൊണ്ട് ആദ്യമായിട്ട് നീ മമ്മുവിനെ കല്യാണം കഴിയുന്നത് വരെ നീയായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, പ്ലീസ്. താൻ പറഞ്ഞത് കേട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോകാൻ ആഞ്ഞ ദക്ഷിണെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. എന്ന് കരുതി ഇതെല്ലാം കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണമെന്നാണോ പറയുന്നത്? അവിടെ നാവ് ഞാൻ പിഴുതെടുക്കും.